ഒരുപാട് തല്ലി കിട്ടിയോ അർജുനേട്ടാ? ഹേയ്, ആദ്യം എന്റെ അടി കൊണ്ടാവും വീണതാ. പക്ഷെ റോഡിൽ കിടന്നൊരു കല്ലിൽ ചവിട്ടി ഞാനൊന്ന് ചരിഞ്ഞു. കരാട്ടയിൽ കല്ലിന്റെ പ്രയോഗം ഇല്ലല്ലോ, അതാ മിസ്സായത്. അയ്യോ, ഞാൻ അയ്യേ, എന്താ ഈ കാണിക്കുന്നത്? ആരെങ്കിലും ഒന്ന് കണ്ടാൽ? കാണട്ടെ. അർജുനേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോട്ടെ. എനിക്കൊന്നുമില്ല. എങ്ങനെ? എനിക്കിഷ്ടം. പിശാചേ, കൊന്നുകളയും ഞാൻ. അവളുടെ ഒരു പ്രേമം. അയ്യടാ, എടി, എനിക്ക് പ്രേമിക്കണമെങ്കിൽ ഈ നാട്ടിൽ സുന്ദരികളായ പെൺകുട്ടികളെ എത്ര വേണമെങ്കിലും കിട്ടും. നിന്നെ പോലൊരു ശവത്തിനോട് ആർക്കാടി പ്രേമം തോന്നുക? ഇനി എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഒരു കിക്ക് തന്നാ നീ ചത്തുപോവും. പോടാ ദുഷ്ട, നോക്കിക്കോ. ഇനി ഈ നാട്ടിലുള്ള മുഴുവൻ ഗുണ്ടകളും നിന്നെ തല്ലും. ഒരു പെണ്ണിന്റെ പ്രേമം തള്ളിക്കളഞ്ഞ അതിന്റെ ശാപം എന്താണെന്ന് തനിക്ക് അറിയേയില്ല. തനിക്കിനി തൊഴിക്കാൻ തന്റെ ഈ കൈയും കാലും പോട്ടെ. പോടാ. ഭീമേട്ടാ, നീ എന്തിനാ എന്റെ മുമ്പിൽ കൂടെ കൂടെ വരുന്നത്? എന്റെ മുമ്പിൽ സ്ത്രീകൾ അങ്ങനെ വരാൻ പാടില്ല. ഞാനൊരു നിത്യ ബ്രഹ്മചാരിയെന്നറിയില്ലേ? ഇന്ന് ഭീമേട്ടന്റെ പാചകം ഇല്ലേന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തിനാ? അന്നൊരു ദിവസം അമ്മ വന്നെന്നെ പറഞ്ഞയച്ചില്ലേ, അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ഒരു ദിവസം ഭീമേട്ടൻ പാചകം ചെയ്യുന്നത് മുഴുവൻ കഴിക്കണമെന്ന്. അതിനെന്താ, ഇന്ന് വൈകിട്ട് അടുക്കളയിലേക്ക് വന്നോളൂ. ഫുൾ വെജിറ്റേറിയനിൽ എന്റെ ഒരു പരീക്ഷണം ഉണ്ടാവും. പിന്നെ പിന്നെ എനിക്ക് വേറൊരു കാര്യം. ഒരുപാട് ഭക്ഷണം കഴിക്കുമെങ്കിലും ഒരു കുഞ്ഞിനെ പോലെയാ ഭീമേട്ടൻ. അതുകൊണ്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. ഐ ലവ് യു. ഭീമേട്ടാ, വിട്. വിടുന്നേ. ഇങ്ങനൊന്നും ചെയ്തൂടാ. പ്ലീസ് വിട് ഭീമേട്ടാ. വിട്. ആരെങ്കിലും കാണും. നമ്മളെ പിന്നെ എല്ലാരും സംശയത്തോടെ നോക്കൂ. വീട് ഭീമേട്ടാ. ഇവളിതെന്താ ഇവിടെ? ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആദ്യമേ എന്നോട് എന്താ പറയാത്തെ? ഞാൻ പിണക്കോ? എന്റെ പാവാട് വിടൂന്നേ. എനിക്ക് നാണായിട്ട് വയ്യ. നീ ആരോടടി സംസാരിക്കുന്നേ? ഭീമേട്ടനോട്. കള്ളനെ അമ്മേ, ഞാൻ കാണിക്കുന്ന കണ്ടോ? അതിന് ഭീമൻ എവിടെ? ഭീമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കരുതി ഭീമേട്ടൻ പിടിച്ചതായിരിക്കുമെന്ന്. അതെ, അടുക്കളയിൽ എന്തേലും മണം വന്നപ്പോ പോയിട്ടുണ്ടാവും. അല്ല, നിന്നോട് ഞാൻ അർജുന്റെ അടുത്ത് ഇരിക്കാനല്ലേ പറഞ്ഞത്? അത് പോയി. എന്നെ ചീത്ത പറഞ്ഞപ്പോ ആ വാശിക്ക് ഞാൻ ഭീമേട്ടന്റെ അടുത്ത് വന്നതാ. ഇവറ്റങ്ങളുടെ അടുത്ത് സാധാരണ അടവൊന്നും നടക്കൂല. പട്ടി പറ്റതുപോലെ കുറെ മക്കളുണ്ട്. ഒരെണ്ണനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഓ, പെണ്ണിന്റെ കാര്യം. വാ പെണ്ണെ ഇങ്ങോട്ട്. ഇനി പാവാട ഉടക്കിയാലേ തിരിഞ്ഞു നോക്കാതെ കൊഞ്ചണ്ട. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടി.